നമസ്കാരം. എന്തോ വലിയ സംഭവമാണ് ഇനി ഇതുവരെ കണ്ടതൊന്നുമല്ല നടക്കാൻ പോകുന്നത്. വലിയ വലിയ മാറ്റങ്ങൾ വരാൻ പോകുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന് പകരക്കാരനായി അധികാരത്തിലേറിയതാണ് കെ ബി ഗണേഷ് കുമാർ എന്ന മന്ത്രി. എന്നാൽ അധികാരം കിട്ടുന്നത് വരെ കാണിച്ചു കൂട്ടിയ ബഹളമല്ലാതെ വന്നതും നിന്നതുമെല്ലാം കണക്കാണെന്ന് നിലവിലത്തെ സാഹചര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. ഒന്നിനെ കൊണ്ടും ഒരു നയാ പൈസയുടെ ഉപകാരമില്ല. കാര്യം കാണാനുള്ള പൊറോട്ട നാടകങ്ങൾ മാത്രമാണ് ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പറയാനുള്ള സുപ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ KSRTC ജീവനക്കാരുടെ ശമ്പള പ്രതിസന്ധിയാണ്. തീരാ ദുഃഖമായി KSRTC ജീവനക്കാരുടെ ശമ്പള പ്രതിസന്ധി തുടരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പുതിയ ഗതാഗത മന്ത്രിയായി ആന്റണി രാജുവിന് പകരം മന്ത്രി ഗണേഷ് കുമാർ അധികാരത്തിൽ ഏറിയിട്ടും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്ന അഭിപ്രായവും യാഥാർത്ഥ്യവുമാണ് ഇപ്പോഴുള്ളത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ശമ്പളം ഇതുവരെ ജീവനക്കാർക്ക് നൽകിയിട്ടില്ല. ശമ്പളം മുടങ്ങുന്നത് പതിവായതോടെ ജീവനക്കാരുടെ സംഘടനയായ BMS സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചിന് ഒരുങ്ങുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് നാളെ പ്രതിഷേധ മാർച്ച് നടത്താനാണ് യൂണിയന്റെ തീരുമാനം. ശമ്പള കുടിശ്ശിക കിട്ടുന്നത് വരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. വിഷുവിനും KSRTC ജീവനക്കാർക്ക് ശമ്പളം പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. ഇതോടെ ഡിപ്പോയിൽ പ്രതിഷേധ കണിയൊരുക്കി KSRTC എംപ്ലോയീസ് സംഘ് പ്രതിഷേധം സൃഷ്ടിച്ചിരുന്നു. 2 ഗഡുക്കളായി KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നുണ്ട്. ആദ്യ ഗഡു എല്ലാ മാസവും 5-ാം തീയതിയും രണ്ടാമത്തെ ഗഡു 15-ന് ശേഷവുമാണ് എത്തിക്കുന്നത്. എന്നാൽ ഈ സമ്പ്രദായത്തിന് മാറ്റം ഉണ്ടാകുമെന്നും ഒറ്റ ഗഡുവായി എല്ലാ മാസവും 5-ാം തീയതി തന്നെ ജീവനക്കാരുടെ അക്കൗണ്ടിൽ ശമ്പളം എത്തിക്കുമെന്നും ഗണേഷ് കുമാർ വാഗ്ദാനം നൽകിയിരുന്നു. വൻ വാഗ്ദാനങ്ങളാണ് അത്തരത്തിൽ ഗതാഗത മന്ത്രി സ്ഥാനത്തെത്തിയ കെ ബി ഗണേഷ് കുമാർ നൽകിയതെങ്കിലും കക്ഷി ഇപ്പോൾ വിദേശത്ത് അവധി ആഘോഷിക്കാൻ പോയിരിക്കുകയാണ് എന്നതാണ് വിരോധാഭാസം. മന്ത്രി ആഘോഷങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ ജീവനക്കാർ ശമ്പളമില്ലാതെ വലയുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയം. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാത തന്നെയാണ് ഗതാഗത മന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം മന്ത്രി ഗണേഷ് കുമാറും സ്വീകരിച്ചിരിക്കുന്നതെന്ന് വ്യക്തം. KSRTC ജീവനക്കാരുടെ കാര്യം മാത്രമല്ല, ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട് ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായി ഉള്ളത് ലൈസൻസ് പരിഷ്കരണ രീതി തന്നെയാണ്. അക്കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായൊരു നടപടിയെടുക്കാൻ ആയിട്ടില്ല. ഡ്രൈവിംഗ് പരിശീലകർ കഞ്ഞിവെച്ചും പ്രതീകാത്മക ശവങ്ങളായി കിടന്നുമെല്ലാം സമരം തുടരുന്നുണ്ട്. അത് മാത്രവുമല്ല, കട്ടപ്പുറത്ത് കയറി കിടക്കുന്ന നിരവധി KSRTC ബസ്സുകളും ഈ കേരളത്തിൽ ഉണ്ട്. ഈ കാര്യത്തിലൊന്നും ഇതുവരെ തീരുമാനം ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ ചെയ്തു തീർക്കാൻ ഒരു കൂട്ടം കാര്യങ്ങൾ ഉണ്ടായിട്ടും മന്ത്രി ഭാര്യയുമൊത്ത് ഉല്ലാസയാത്ര പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കാര്യം കാണുന്നത് വരെ നാരായണ, കാര്യം കണ്ടു കഴിഞ്ഞാൽ കൂരായണ എന്ന പാർട്ടിക്കാരുടെ തന്ത്രം അത് ഗണേഷ് കുമാറും നടത്തിയിരിക്കുന്നു. എന്തായാലും ശമ്പളം വീണ്ടും വീണ്ടും മുടങ്ങിക്കൊണ്ടേയിരിക്കുന്നതിനാൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് KSRTC ജീവനക്കാരുടെ തീരുമാനം. പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയിപ്പ്.